ഓം നമോ ഭഗവതേ വാസുദേവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. ദേവി ശരണം. ഭക്തജനങ്ങളെ, ഞാൻ മാരംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഗോപകുമാർ. ഇപ്പോൾ 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ ജനറൽ കൺവീനറുമാണ്. ഭക്തജനങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ മാരംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2.5 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനവും അതിൻ്റെ സമർപ്പണവും വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്ന് കഴിഞ്ഞ മാസം 27-ാം തീയതി കൊടിയേറി 6-ാം തീയതി സമാപിച്ച ഉത്സവം അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചു. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മഹായജ്ഞം നമ്മുടെ ക്ഷേത്രത്തിന് കിട്ടിയ തന്നെ വളരെ സൗഭാഗ്യമാണ്. ഈ നാടിൻ്റെയും ഈ നാട്ടുകാരുടെയും എല്ലാം പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾക്ക് ഈ അവസരം സിദ്ധിച്ചത് എന്ന് പറയുന്നതിൽ ഒരു തർക്കവും കാണുന്നില്ല. ഏപ്രിൽ 3-ാം തീയതി കലവൂർ മാരൻകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സത്ര 14-ാം തീയതി അവസാനിക്കുകയാണ്. ഏപ്രിൽ 3-ാം തീയതി ഇന്നുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത അത്ര മഹനീയമായ ഗോപികാ സംഗമം എന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. കാരണം 16,008 സ്ത്രീജനങ്ങൾ ഒരേ വേഷത്തിൽ ഭഗവാന്റെ തങ്ക വിഗ്രഹം വഹിച്ചുകൊണ്ട് രഥത്തെ സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ചടങ്ങ് അവിസ്മരണീയമായിരിക്കും. ആ ചടങ്ങിന് നമ്മുടെ ഈ മാരംകുളങ്ങര പ്രദേശം മുഴുവൻ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. 2025 ഏപ്രിൽ 3-ാം തീയതി നടക്കുന്ന ആ മഹനീയ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളെയും ഇതുവരെ കാണാത്ത ഒരു അസുലഭ സന്ദർഭത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. തുടർന്ന് 12 ദിവസത്തെ യജ്ഞമാണ്. 14-ാം തീയതി അവസാനിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കുന്ന പാരായണം 8:30 മണിവരെ പാരായണം നടക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് മുൻപ് 4 പ്രഭാഷണങ്ങൾ, ഉച്ചയ്ക്ക് ശേഷം 4 പ്രഭാഷണങ്ങൾ. ഓരോ ദിവസവും വരുന്ന വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ ആൾക്കാരുടെ സാമീപ്യം, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 8:30 വരെ വായിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഗങ്ങളുടെ വിശദീകരണം ഇത്രയും ആൾക്കാരിലൂടെ, അതായത് ദിവസം 9 മാന്യ വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷം, അനുഭൂതി അനിർവചനീയമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങ് നടക്കുന്ന 14-ാം തീയതി നമ്മളുടെ ഇത് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്നെന്നും സൂക്ഷിക്കാവുന്ന, നമ്മുടെ മനസ്സിൽ എന്നെന്നും നമ്മൾ കരുതിപ്പോരുന്ന ഒരു പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം നമ്മളിലെല്ലാം ഉണ്ടാവും. അതിനെ എല്ലാവരെയും ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ നിർവഹണ സമിതിയാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന ഗുരുവായൂർ കേന്ദ്രമായുള്ള സത്രസമിതി ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. അവരുടെ എല്ലാം അനുഗ്രഹവും അവരുടെ സഹായവും ഒക്കെ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള 2 അക്കൗണ്ടുകളാണ് നിലവിലുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും മറ്റൊന്ന് കലവൂർ ഫെഡറൽ ബാങ്കിൻ്റെയും 2 അക്കൗണ്ടുകളുള്ളത്. ഈ 2 അക്കൗണ്ടിലൂടെ വരുന്ന പണം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സ്വന്തമായ അക്കൗണ്ടിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ചെയർമാൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന അശോകൻ, ജനറൽ കൺവീനറായ ഗോപകുമാർ, ഫിനാൻസ് കമ്മിറ്റി കൺവീനറായ VP ബാലകൃഷ്ണൻ, ഈ 3 പേരിലൂടെയാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആര് ലോകത്തെ ഏത് ഭാഗത്തു നിന്നും QR കോഡിലൂടെ ഇടുന്നതും അക്കൗണ്ടിലൂടെ ഇടുന്നതുമായ സംഭാവന 1 രൂപയാണെങ്കിൽ പോലും അത് ക്ഷേത്രത്തിൻ്റെ ഈ അക്കൗണ്ടിലേക്ക് വരികയും അതിൽ നിന്ന് 1 രൂപയെങ്കിലും എടുക്കണമെങ്കിൽ ഈ 3 പേരിൽ ആരെങ്കിലും 2 പേര് സൈൻ ചെയ്താൽ മാത്രമേ അത് സത്രത്തിൻ്റെ ചെലവിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. 1 പൈസയ്ക്ക് പോലും സുതാര്യമായ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ വിൽക്കുന്ന കൂപ്പണിൻ്റെ പുറകു ഭാഗം പരിശോധിച്ചാൽ കാണാൻ പറ്റും 3 പേരാണ് അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു സെയിൽ ടാക്സ് ഓഫീസർ, ഒന്ന് ഒരു ഇൻകം ടാക്സ് ഓഫീസർ, ഒന്ന് ഒരു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ. ഇങ്ങനെ 3 പേരാണ് അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. അവർ ഓരോ കൂപ്പണും പരിശോധിച്ച് വ്യക്തത വരുത്തി ഒപ്പിട്ടിരിക്കുന്ന ഈ കൂപ്പണല്ലാതെ വ്യാജമായിട്ട് ഒരു കൂപ്പണും പുറത്തിറങ്ങില്ല.
നമ്മൾ വാങ്ങുന്ന കൂപ്പണിൽ ആ സൈനുണ്ടോ, അവരുടെ സൈൻ ചെയ്ത സീലുണ്ടോ എന്ന് നോക്കി മാത്രം നിങ്ങൾ സ്വീകരിക്കുക. എല്ലാവരുടെയും അനുഗ്രഹത്തോടും പ്രത്യേകിച്ചും ഈ നാടിൻ്റെ വികസനം, നാടിൻ്റെ ഭദ്രത, നമ്മുടെ എല്ലാം ഉയർച്ച മാത്രം കണക്കാക്കി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകിച്ചും നമ്മുടെ ഈ നിങ്ങൾക്കറിയാം ഈ ഒരു മഹാസത്രമൊക്കെ നടക്കുന്നത് മഹാക്ഷേത്രങ്ങളിലാണ്. ആ ശ്രേണിയിലേക്ക് മാറൻകുളം ക്ഷേത്രം ഉയരുക എന്ന് പറയുന്നത് ഈ നാടിനും ഈ നാട്ടാർക്കും ഭക്തജനങ്ങളിൽ ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാ സന്ദേശവും നിങ്ങൾ എത്തിയിരിക്കുന്നത് പോലെ എല്ലാവരും നിസ്വാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം മുൻപന്തിയിലുണ്ടാവണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് നടക്കുന്ന ചടങ്ങായ നമ്മുടെ ഭക്ഷണം അത് വളരെ ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ നിസ്വാർത്ഥ സേവനം ഈ ഭക്ഷണ വിതരണത്തിന് വേണം. ഇതിനെല്ലാം ആൾക്കാർ നമുക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഇപ്പോൾ പറയുന്ന 1.5 കോടിയോ 2 കോടിയോ കൊണ്ടൊന്നും ഈ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടത്തില്ല. നമ്മുടെ സേവനമാണ് അതിൻ്റെ മുഖ്യധാരയിലേക്ക് വരേണ്ടത്. എല്ലാ ക്ഷേത്ര വിശ്വാസികളും നാട്ടുകാരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ശബരിയിൽ പങ്കെടുത്ത് ഇത് അനുഭവേദ്യമാക്കി തീർക്കുന്നതിന് സർവാത്മന ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.